മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് രാമായണത്തിലെ 3 സന്ദേശം നിങ്ങളോട് പറയാം. ആത്മീയത അല്പനേരത്തേക്ക് മാറ്റിവെച്ച് രത്നാകരൻ എന്ന വാൽമീകി ജീവിത സന്ദേശം നൽകിയതിനെ കുറിച്ചാണ് ഈ ചെറിയ സന്ദേശം. ദശരഥ മഹാരാജാവ് യുദ്ധത്തിന് പോയപ്പോൾ കൈകേയിയെ കൊണ്ടുപോയി. ആദ്യത്തെ ഒരു ചോദ്യം, ഒരു മഹാരാജാവ് ചക്രവർത്തി യുദ്ധത്തിന് പോകുമ്പോൾ കൂടെ ഭാര്യയെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളത് ഒരു ചോദ്യം. അതിന് ഇവിടെ 2 തരത്തിലുള്ള ഉത്തരമുണ്ട്. ഒന്നാമത്തേത് അത് ആവശ്യമില്ലാത്തതായിരുന്നു എന്നുള്ള ഒരു ഉത്തരം. മറ്റൊന്ന്, കേകയ രാജ്യത്തിലെ രാജാവ് വിദേശ പര്യടനത്തിന് പോകുമ്പോഴും വിശ്രമിക്കുമ്പോഴും കേകയ രാജ്യം ഭരിച്ചു പരിചയമുള്ള സ്ത്രീയാണ് കൈകേയി. സൈന്യങ്ങൾക്ക് വരെ പരിശീലനം കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള വ്യക്തിയാണ് കൈകേയി. അതുകൊണ്ടാണ് ഉജ്ജ്വലമായൊരു യുദ്ധത്തില് കൈകേയി കൂടെ വരണമെന്ന് നിഷ്കർഷിച്ചത്. കൈകേയി കൂടെ വന്നതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. ദശരഥന്റെ രഥത്തിന്റെ ചക്രത്തിന്റെ ആണി ഊരിപ്പോകാതെ അവര് ആ രഥചക്രം ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന വിധത്തിൽ ആണി സ്ട്രോങ് ആയിട്ട് പിടിച്ചു. അതുകൊണ്ട് ദശരഥൻ യുദ്ധത്തിൽ ജയിച്ചു. രഥത്തിനൊന്നും സംഭവിക്കാത്തത് കൊണ്ട് അതൊരു ഗുണമായിരുന്നു, അതൊരു വിജയമായിരുന്നു. പക്ഷെ ഒരു ദോഷം സംഭവിച്ചു. ആ ജയിച്ച ആവേശത്തിമർപ്പില് ഭാര്യ ഭർത്താവിനെ സഹായിക്കേണ്ടത് ഭാര്യയുടെ ധർമ്മമാണെന്ന് പോലും, ഭർത്താവ് ഭാര്യയെ സഹായിക്കേണ്ടത് ഭർത്താവിന്റെ ധർമ്മമാണെന്ന് പോലും ചിന്തിക്കാതെ ആവേശത്തിന്റെ പുറത്ത്, അമിതമായ ആഹ്ലാദത്തിന്റെ പുറത്ത് കൈകേയിക്ക് 2 വരം കൊടുത്തു. അവിടെ ഒരു ചോദ്യം, തനിക്ക് വേണ്ടി ജീവിച്ച ഭാര്യ, പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കേണ്ട ഒരു വ്യക്തിക്ക് തന്നെ യുദ്ധത്തിൽ സഹായിച്ചു എന്ന കാരണത്താൽ 2 വരം കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? വേണ്ടാത്തവർക്ക്, വേണ്ടാത്ത കാര്യത്തിന് വേണ്ടാത്ത വാഗ്ദാനങ്ങൾ വേണ്ടാത്തവർ ചെയ്താൽ പരിണത ഫലം വേണ്ടാത്തത് സംഭവിക്കും. ഇനി അഥവാ നിങ്ങളായാലും വേണ്ടപ്പെട്ടവർക്കോ അല്ലാത്തവർക്കോ എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ അപ്പപ്പോ തീർക്കേണ്ടത് അപ്പപ്പോ എന്ന് പറഞ്ഞ് തീർക്കാതെ പിന്നത്തേക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ വളരെ ഡേഞ്ചറസ് ആയിരിക്കും. പിന്നീട് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ, അവരുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ. ദശരഥന് കൈകേയിയെ കുറിച്ച് നല്ലോണം അറിയാം. വളരെയേറെ ഡിവോട്ടഡ്, ഡെഡിക്കേറ്റഡ്, സിൻസിയർ ആയിട്ടുള്ള വ്യക്തിയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ വ്യക്തികളും എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. എല്ലാ നല്ലവരും എപ്പോഴും നല്ലവരായിരിക്കണമെന്നില്ല. എല്ലാ ചീത്തവരും എപ്പോഴും ചീത്തവരായിരിക്കണമെന്നില്ല. മാത്രമല്ല, കൈകേയിയുടെ കൂട്ടുകെട്ട് മന്ദരയാണ്. കൈകേയി നല്ല സ്ത്രീയാണ്, എൻ്റെ മകൻ നല്ലവനാണ്, ഭാര്യ നല്ലവളാണ്, ഭർത്താവ് നല്ലവളാണ്, എൻ്റെ മക്കൾ നല്ലവരാണ്, പക്ഷെ കൂട്ടുകെട്ടാ ശരിയല്ലാത്തത് എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. അപ്പൊ കൂട്ടുകെട്ടിന്റെ സ്വാധീനത്താൽ മക്കളിലോ ഭാര്യയിലോ ഭർത്താവിലോ അച്ഛനിലോ അമ്മയിലോ മാറ്റം വരുമെന്ന് കൂടി വാഗ്ദാനം കൊടുക്കുന്നവരെപ്പോഴും ചിന്തിക്കണം. എപ്പോഴും ചിന്തിക്കണം. മനുഷ്യ മനസ്സ് എപ്പോഴും ചഞ്ചലമാണ്. ഇന്ന് പോസിറ്റീവാണെങ്കിൽ നാളെ അത് നെഗറ്റീവായിരിക്കാം. ഇന്ന് സ്നേഹപൂർണമാണെങ്കിൽ നാളെ ചിലപ്പോൾ ശത്രുതാപൂർണമായിരിക്കാം. ഇന്ന് ബന്ധമുണ്ടെങ്കിൽ നാളെ ഒരു പക്ഷേ എതിർപ്പായിരിക്കാം. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്തവരെ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ശ്രദ്ധിക്കുക. അഥവാ അവരെ കൊണ്ട് പ്രയോജനപ്പെട്ടാൽ എന്തെങ്കിലും വാഗ്ദാനം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അഥവാ ഇനി വാഗ്ദാനം കൊടുത്താലും അത് പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ എല്ലായ്പ്പോഴും നമുക്ക് അനുകൂലമായിട്ട് പറഞ്ഞു എന്ന് വരില്ല, ശ്രദ്ധിക്കുക. നമ്മുടെ കൂട്ടത്തിലുള്ളവർ നല്ലവരായിരിക്കാം, പക്ഷെ അവരുടെ കൂട്ടുകെട്ട് നല്ലതല്ലെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ടാവും. ഇതെല്ലാമാണ് നമ്മൾ രാമായണത്തിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത് നിത്യജീവിതത്തിൽ പ്രയോഗിക്കേണ്ടതാണ്. ത്രേതായുഗത്തിലെ രാമായണം ഇന്നത്തെ കാലഘട്ടത്തിലും പ്രയോജനപ്പെടുന്നത് ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെയാണെന്ന് മറക്കരുത്. പ്രണാമം, നമസ്കാരം.